അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസം ഒരാളെ സാംസ്കാരികമായ ഒരു പുതിയ ജീവിതം സമ്മാനിക്കുന്ന ഒരു ഘടകമാണ്. അഥവാ ഒരാൾ സാംസ്കാരികമായി അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പുതിയ ജീവിതം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. മൊത്തം തെറ്റുകളും തമ്മാടിത്തരങ്ങളും സാമൂഹിക ദ്രോഹങ്ങളുമായി മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ മാറ്റിയെടുക്കാൻ വിദ്യാഭ്യാസം എന്ന ഒരു ഏജൻസി കൊണ്ട് സാധിക്കുമെന്നാണ് ഈ വിഷയത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഒന്ന്, വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. മറ്റൊന്ന്, നിലവിലെ വിദ്യാഭ്യാസ രീതികൾ പുതിയ സംസ്കാരം രൂപീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നിലവിലെ വിദ്യാഭ്യാസ രീതികളിൽ പോസിറ്റീവും നെഗറ്റീവ് വശങ്ങളുമുണ്ട്. ആദരവും ബഹുമാനവും പോലത്തെ പല കാര്യങ്ങളും നാം പഠിച്ചെടുക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. നേരെ മറിച്ച് ഈ അടുത്ത കാലത്ത് വന്ന ജെൻഡർ ഇക്വാലിറ്റിയും ജെൻഡർ സൗഹാർദ്ദ ശുചിമുറിയും തുടങ്ങിയ ലിബറൽ ചിന്താഗതിയായ പുതിയ ആശയങ്ങൾ വരുന്ന സമയത്ത് പൂർണ്ണമായും വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം നശിപ്പിക്കപ്പെടുന്നു. ലോകത്തിലെ ആദ്യ സർവകലാശാലകളിൽപ്പെട്ട ഇന്ന് മൊറോക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ജാമിഅൽ ഖറവീൻ, ആ സർവകലാശാലയിൽ ഓരോ തൂണുകൾക്കിടയിലും ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. ഒരു കാലത്ത് തത്വശാസ്ത്രങ്ങളുടെ കേന്ദ്രമായിരുന്ന സ്പെയിനിലെ കോർഡോബ എന്ന മഹാനഗരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സർവകലാശാലയം നശിപ്പിക്കപ്പെടുകയാണ് സംഭവിച്ചത്. ഇങ്ങനെ വരുന്ന സമയത്ത് ധാർമ്മിക മൂല്യം നശിപ്പിച്ചുകൊണ്ട് പാശ്ചാത്യക്കാരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഇല്ലായ്മയിലേക്ക് മാറുന്നു. 6-ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലത്ത്, എഴുത്തും വായനമില്ലാത്തൊരു കാലത്ത് പിറന്ന കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമുടുന്ന ഒരു സംസ്കാരം, സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യമില്ലാത്തൊരു സംസ്കാരം, ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ വറ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ധാർമ്മികമായ ഒരു വിദ്യാഭ്യാസം വന്നപ്പോൾ അവിടം ഒരു പുതിയ സംസ്കാരം രൂപീകരിക്കുകയാണ് സംഭവിച്ചത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് വ്യക്തിത്വ വികാസ പ്രക്രിയയാണ്. മനുഷ്യ സാമൂഹിക ആവിർഭാവത്തോടൊപ്പം വിദ്യാഭ്യാസം നിലവിൽ വന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 96-ാം അധ്യായത്തിൽ ആദ്യത്തെ സൂക്തത്തിൽ പറയുന്നത് ഇഖ്റ, തങ്ങൾ വായിക്കുക. നാം ഇതിൽ മനസ്സിലാക്കേണ്ടത് വായന എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസത്തിൻ്റെ സത്തയാണ്. വിദ്യാഭ്യാസം എങ്ങനെയാണ് സംസ്കാരത്തിന് പുനർജന്മം നൽകുന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യനെ രൂപീകരിക്കുന്നതും മനുഷ്യൻ്റെ സവിശേഷതകളൊക്കെ വിശേഷിപ്പിക്കുന്നതും വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പരമ്പരാഗതമായ കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വരുന്ന പ്രയാണങ്ങൾക്ക് വരുന്ന പുതിയ പുതിയ ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സന്നദ്ധിതാവസ്ഥ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ ആളുകളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് സംസ്കാരങ്ങൾ സ്വാഭാവികമായും രൂപവൽക്കരണം ചെയ്യാൻ നമുക്ക് സാധ്യമാകും. ഇതിനുള്ള ഏറ്റവും വലിയൊരു വഴി എന്ന് പറയുന്നത് അധാർമികമായ വിദ്യാഭ്യാസം പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് ധാർമ്മികമായ വിദ്യാഭ്യാസം നുകരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ രൂപീകരിക്കാൻ സാധ്യമാകും എന്നത് വാസ്തുതയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിടാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.